അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവെ, അന്തിന് കാഴ്ച നൽകിയവനെ, ചെകിടിന് കേൾവി നൽകിയവനെ, ഊമന് സംഭാഷണ ശക്തി നൽകിയവനെ, കർത്താവെ, മഹോരോഗ്യം സുഖപ്പെടുത്തിയവനെ, കർത്താവേ, മരിച്ചവനെ ഉയർപ്പിച്ചവനെ, അങ്ങയുടെ നാമത്തെ പ്രാർത്ഥിക്കുന്ന ഓരോ മകൻ്റെ മേലും മകളുടെ മേലും നിന്റെ തിരുമുറുപാർന്ന വലതുകരം, ആണിപ്രതാർന്ന അത്ഭുതകരം, അടിപ്പിണർ പോലെ വൈതാഖരം പോലെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഉച്ചമുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ ശക്തി പടരട്ടെ. കർത്താവെ, അങ്ങയുടെ മക്കൾ ഈ അതിപ്രഭാതത്തിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അതീവ ജാഗ്രതയോടുകൂടിയും സന്തോഷത്തോടെയും കൂടി കർത്താവെ ഇന്നത്തെ ജീവിതത്തെ അങ്ങേക്ക് സമർപ്പിക്കുകയാണ്. അതിമനോഹരമായൊരു നിമിഷമാണ് ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. ആയിരക്കണക്കിന് മനുഷ്യരാണ് കർത്താവ് ഈ പ്രാർത്ഥന അവലംബം വെച്ചിരിക്കുന്നത്. അവിടെ ഇന്നത്തെ യാത്രയെ ഞാൻ ആശീർവദിക്കുന്നു. നിങ്ങളുടെ ഇന്നത്തെ ഉദ്യമങ്ങളെ ഞാൻ ഈശോയുടെ നാമത്തെ ആശീർവദിക്കുന്നു. നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ സംസാരങ്ങൾ, നിങ്ങളുടെ വിചാരങ്ങൾ, നിങ്ങൾ പങ്കെടുക്കുന്ന വിഷയത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ദൈവനിശ്ചയപ്രകാരമുള്ള തീരുമാനങ്ങൾ ലഭിക്കുന്ന പരിശുദ്ധ അമ്മ ദേവമാതാവിന് നിങ്ങളുടെ എല്ലാ സംരംഭങ്ങളെയും ഇടപഴകലുകളെയും കർത്താവിൻ്റെ തിരുസന്നിധിയിലെ മാതാവിൻ്റെ മധ്യസ്ഥ സമർപ്പിക്കുന്നു. നിത്യപിതാമ്പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ.
അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ തെളിഞ്ഞു മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നിങ്ങളെല്ലാവരും എന്നെ ഉപേക്ഷിച്ചിട്ട് പോകുമെന്ന് പറഞ്ഞില്ലേ ഈശോ? നിങ്ങളെല്ലാവരും എന്നെ ഉപേക്ഷിച്ചിട്ട് പോകും, എങ്കിലും ഞാൻ ഏകനല്ല, പിതാവ് എന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ? യോഹന്നാൻ 16:32. എന്നാൽ നിങ്ങൾ ഓരോരുത്തരും താന്താങ്ങളുടെ വഴിക്ക് ചിതറിക്കപ്പെടുകയും എന്നെ ഏകനായി വിട്ടുപോവുകയും ചെയ്യുന്ന സമയം വരുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എങ്കിലും ഞാൻ ഏകനല്ല, കാരണം പിതാവ് എന്നോട് കൂടെയുണ്ട്. ഇതാണ് റോങ്ങായി പോയത്. സംഭവം സത്യമാണ്. പിതാവ് എന്നോട് കൂടെ ഉണ്ടാകുമല്ലോ. ഈ പാഷൻ കോൺഷ്യസ് ഒക്കെ വരുമ്പോൾ ഈശോ അതിലേക്ക് അതിജീവിച്ചിരുന്നത് ഇപ്പം 3-4 പ്രാവശ്യം, ചിലർ 4 പറയും, ചിലർ 3 പറയും. മനുഷ്യപുത്രൻ ശത്രുക്കരങ്ങൾ ഏൽപ്പിക്കപ്പെടും. നമ്മൾ ജെറുസലേമിലേക്ക് പോവുകയാണ്. അവിടുത്തെ മനുഷ്യപുത്രൻ ശത്രുക്കരങ്ങൾ ഏൽപ്പിക്കപ്പെടും. അവർ അവനെ പീഡിപ്പിക്കും, വധിക്കും, 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും എന്ന് പറയുമ്പോഴും ഒരു ഡെത്ത് കോൺഷ്യസ്, പാഷൻ കോൺഷ്യസ് ഒരു കർത്താവിൻ്റെ മനസ്സിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവിനെ നിലനിർത്തിക്കൊണ്ടിരുന്നതെല്ലാം 16:32 എന്താണ്? പിതാവ് എന്ത് പ്രയാസങ്ങളുടെ പോയാലും പിതാവ് എൻ്റെ കൂടെ ഉണ്ടാകുമെന്നുള്ളത്. പിതാവ് എൻ്റെ കൂടെ ഉണ്ടാവത്തില്ല എന്നുള്ളത് അവസാനത്തെ ഈശോയുടെ വെളിപാടാണത്. മനസ്സിലായി? ഈശോയുടെ അറിവ്. ഈശോ ധരിച്ചിരുന്നത് മുഴുവനും പിതാവ് എൻ്റെ കൂടെ ഉണ്ടാവും, അപ്പോൾ എനിക്കത് അതിജീവിക്കാൻ പറ്റുമെന്നാണ്. എനിക്കത് ജീവിക്കാൻ പറ്റും. ഇപ്പം ഈശോയുടെ മനുഷ്യാവതാരം എന്ന് പറയുമ്പോൾ ഈ മാനുഷികതയുടെ ഒരു പിൻപിടുത്തം ഉള്ളത് കാരണം ചില കാര്യങ്ങളുടെ അറിവുകൾ കാലക്രമേണ അറിവ് വരത്തുള്ളൂ. കാലക്രമേണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയമാകുമ്പോൾ, അതാണ് ഈശോ പറഞ്ഞത്, ആ സമയത്ത് അറിവ് നൽകുമെന്ന്. ലൂക്ക 12:12 വായിച്ചേ. സിനഗോഗുകളിലും അധികാരികളുടെയും ഭരണാധിപന്മാരുടെയും മുമ്പിലും അവർ നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ എങ്ങനെ എന്ത് ഉത്തരം കൊടുക്കുമെന്നും എങ്ങനെ എന്ത് കണ്ട, ഇതല്ലേ നമ്മുടെ പ്രശ്നം. നമുക്കൊരു വഴി കാണുന്നില്ല. എങ്ങനെ എന്ത് ഉത്തരം കൊടുക്കുമെന്നും എന്തു പറയുമെന്നും ഉത്കണ്ഠാകുലരാകേണ്ട. എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. ഇത് നിങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് അത്ര വെയിറ്റ് തോന്നിയില്ലല്ല. നല്ല വെയിറ്റേജുള്ള വചനമാണിത്. എന്താ കാര്യത്തിൽ ചില കാര്യങ്ങൾ ക്രിസ്തുവിനും ആ സമയത്താണ് കിട്ടത്തുള്ളൂ. ഇപ്പം എന്താ ഇപ്പം പറഞ്ഞത്, നേരത്തെ പറഞ്ഞത് എന്താണ്? 16:32 നിങ്ങളെല്ലാവരും എന്നെ ഏകനായി വിട്ടുപോകുന്ന കാലം വരും, പക്ഷേ എങ്കിലും ഞാൻ ഏകനല്ല, പിതാവ് എന്നോട് കൂടെ ഉണ്ട്. പക്ഷെ നമുക്കറിയാമില്ല, കർത്താവിൻ്റെ യഥാർത്ഥ പീഡാനുഭവത്തിൻ്റെ ഭാഗമാണ് ആബ്സെൻസ് ഓഫ് ഫാദർ, പിതാവിൻ്റെ അസാന്നിധ്യം. ഇപ്പം എൻ്റെ കൂടെ ഉണ്ടാകുമെന്നാണ് പറയണമെന്നുണ്ടെങ്കിലും അതുകൊണ്ട് അതെന്താ വെച്ചാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തന ഫലമായിട്ട് പിതാവ് ഇല്ലാത്ത കാര്യം ഈശോനോട് മുൻകൂട്ടി പറഞ്ഞിട്ടില്ല. ആ സമയത്തേ പറയത്തുള്ളൂ. അതെപ്പോൾ ചില ആ സമയമാകുമ്പോൾ ഈശോ ഏലോയ് ഏലോയ് ലാമാ സബക്താനി, അതാണ് ആ സമയം എന്ന് പറയുന്നത്. മർക്കോസ് 15:34 9-ാം മണിക്കൂർ ആയപ്പോൾ, 9-ാം മണിക്കൂർ, അതാണ് ആ സമയം. യേശു ഉച്ചത്തിൽ നിലവിളിച്ചു, എലോയ് എലോയ് ലാമാ സബക്താനി. മരണത്തിന്റെ ലാസ്റ്റ് നിമിഷമാണ്. ഏലോയ് ഏലോയ്
ലാമ സബക്താനി. അതായത് എന്റെ ദൈവമേ എന്റെ ദൈവമേ എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ ഉപേക്ഷിച്ചത് എന്തുകൊണ്ട്? നീ എന്നെ ഉപേക്ഷിച്ചത് എന്ത്? അപ്പൊ ഉപേക്ഷിക്കലെന്നല്ല ധരിച്ചിരുന്നത് ആള്. ആ മാർക്കോസ് 15:34 എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ ഉപേക്ഷിച്ചത് എന്ത് എന്നല്ല ചോദിക്കണത്. എന്താ അങ്ങനെ ചോദിക്കാൻ കാര്യം എന്താണ്? ഇത്രയും നാൾ ആള് വിശ്വസിച്ചിരുന്നത് എന്താണ്? നിങ്ങളെല്ലാവരും എന്നെ ഇട്ടച്ചും പോകും. കുരിശിൻ്റെ വഴികളിൽ അതാണല്ലോ സംഭവിക്കുന്നത്. മർക്കോസൊക്കെ തുണിയില്ല ഓടിയ കക്ഷികളല്ലേ. യോഹന്നാൻ മാത്രമല്ലേ നിന്നുള്ളൂ. നിങ്ങളെല്ലാവരും പോകുമെന്ന് പറഞ്ഞു. യോഹന്നാൻ കൂടി പോകേണ്ടതാണ് ശരിക്കും പറഞ്ഞത്. അതായത് പൊതുവെ ഭൂരിപക്ഷം പോയല്ലോ, 90% ആൾക്കാരും പോയി. നിങ്ങളെല്ലാവരും എന്നെ ഇട്ടച്ചും പോകും, പക്ഷേ എങ്കിലും ഞാൻ ഏകനല്ല, കുരിശ് ഞാൻ ഏകനല്ല, പിതാവ് എൻ്റെ കൂടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അതായിരുന്നു ഈശോ കിട്ടിയ അറിവ്. പക്ഷേ നമുക്കറിയാമില്ല. പക്ഷേ കുരിശിൽ വന്നപ്പോൾ പിതാവ് ആബ്സെൻ്റായി. ആബ്സൻസ് ഓഫ് ഫാദർ ഫീൽ ചെയ്ത് അതുകൊണ്ട് തകർന്നു പോയ ആള്. ഈശോയുടെ തകർച്ച കംപ്ലീറ്റ് ആകണത്, അതായത് ഈ പാഷൻ കംപ്ലീറ്റ് പാഷൻ ആകണത് ഈ ടൈമിനാണ്. ഹെരോയെ വിളിക്കുമ്പോഴാണ്. എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? ഇപ്പോഴെന്താ പറയണത്? ഈ സമയത്ത് ബൈബിളിനെ കുറിച്ച് ഈശോ എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ ആ സമയത്ത് എന്താണ് പറയേണ്ടതെന്ന് ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ നിൽക്കുകയല്ലേ. ഇതല്ലേ ഈശോ നിന്ന ന്യായാധിപ സംഘം. ഈശോയുടെ വചനങ്ങളെക്കുറിച്ച്, ഈശോയ്ക്ക് സംഭവിക്കാൻ പോണ കാര്യത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് വചനം വെളിപ്പെടുത്തുമ്പോൾ ഈശോൻ്റെ കാര്യം കൂടി വെളിപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ അകത്ത്. എന്താ പറഞ്ഞിരിക്കണത്? നിങ്ങളങ്ങനെ ആ സമയത്ത് എന്താണ് പറയേണ്ടതെന്ന്. കാര്യം പറച്ചിലാണ് കാര്യം ഇരിക്കുന്നത്. കാര്യം വിശ്വാസത്തിൻ്റെ പ്രകടനങ്ങളെന്ന് പറയുന്നത് എന്തൊക്കെയാണ്? 4 എണ്ണമാണ്. എന്തൊക്കെയാണ് വിശ്വാസ പ്രകടനങ്ങൾ? എന്താണത്? അത് എന്താണ്? വിശ്വാസ പ്രാർത്ഥന, പ്രഖ്യാപനം, പിന്നെന്താണ്? പ്രയോഗം, പിന്നെന്താണ്? പ്രവചനം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ മൊത്തം തകർന്ന പോലെയാവും. അപ്പോൾ അതുകൊണ്ട് ആ സമയം ഒരു പ്രധാനപ്പെട്ടതാണ്. അപ്പോഴാരാണ് പറഞ്ഞത്? നിങ്ങൾ ആ സമയത്ത് എന്താണ് പറയേണ്ടതെന്ന് ലൂക്ക 12:12 എന്താ പറയണത്? നിങ്ങൾ എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് അറിവ് നൽകും. അതാര് നൽകും? അപ്പം നിങ്ങളായിരിക്കില്ല, എൻ്റെ പിതാവിൻ്റെ പരിശുദ്ധാത്മാവായിരിക്കും നിങ്ങൾ വഴി സംസാരിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്ത്? ഇപ്പോഴാണ് എലോയ് വിളിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് കാര്യം കറക്റ്റ് കംപ്ലീറ്റ് പാഷൻ സംഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ പരിശുദ്ധാത്മാവ് ഈശോൻ്റെ ചെവി പറയും, ജീസസ്, ദിസ് ഈസ് ദാറ്റ് ടൈം. ആ സമയമാണിത്. നീ പണ്ട് പറഞ്ഞില്ലേ എന്താണ്? നീ എന്താണ് സംഘത്തിന് പറയേണ്ടതെന്ന് മുൻകൂട്ടി ആലോചിക്കേണ്ട. ആ സമയത്ത് അറിവ് നൽകുമെന്ന്. ഇപ്പം നീ പറയേണ്ടത് എന്താണെന്ന് അറിയാമോ? പരിശുദ്ധാത്മാവ് പറഞ്ഞിരുന്നല്ല ഈശോ പറഞ്ഞത്. ഇപ്പം നീ എന്താ പറയേണ്ടത്? ഐ കമൻഡ് മൈ സ്പിരിറ്റ് എന്ന് പറയണം. ദിസ് ഈസ് ബൈബിൾ. ഇപ്പം നീ പറയേണ്ടത് ഈശോയ്ക്ക് പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ് ഇപ്പം നീ പറയേണ്ടത്? എന്താണ്? ഐ കമൻഡ് മൈ സ്പിരിറ്റ്. പിതാവ് ഇവിടെ എവിടെയോ ഉണ്ട്. ഐ നോ ഇറ്റ്. എനിക്ക് പക്ഷേ ഇപ്പം അനുഭവവേദ്യമാകുന്നില്ല. ഞാൻ അവിടുത്തെ അഗോചരമായ കൈകളിലേക്ക് എൻ്റെ ആത്മാവിനെ സമർപ്പിച്ചുകൊണ്ട് വിശ്വാസം പ്രഖ്യാപിക്കുക. പിതാവ് ഫണ്ട് റെഡിയാവുന്നതിൻ്റെ 3 ദിവസം മുന്നൊരു ശനിയാഴ്ച ബാക്കിയുള്ള പൈസ എടുക്കാൻ വേണ്ടി ഞാൻ ചാലക്കുടിയിലേക്ക് പോവുക, സൊസൈറ്റിയിൽ. അവിടെ ചെന്ന് അവിടെ കിടന്ന ഫണ്ട് ഞാൻ ട്രാൻസ്ഫർ ചെയ്തു യൂണിയൻ ബാങ്കിലേക്ക്. തിരിച്ച് 10 മിനിറ്റ് കഴിഞ്ഞ് എൻ്റെ വീട്ടിലെത്തിയപ്പോൾ എൻ്റെ മോൻ വിളിക്കുക, മമ്മി ഡോക്യുമെൻറ്റ്സ് എല്ലാം മമ്മിയോട് കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു, ലോൺ പാസ്സാക്കി തരില്ല. ഞാൻ ചോദിച്ചു എന്താണ് അവർ റീസൺ പറഞ്ഞത്? ഇന്ന് നമ്മൾക്ക് ഫണ്ട് റെഡിയാക്കുന്ന ദിവസമല്ലേ, ഇനി 15 ദിവസമേ നമ്മുടെ മുന്നിലുള്ളൂ. അത് തന്നെ ഡെഡ് ലൈൻ ആയിരുന്നു. പക്ഷേ അവൻ മോനോട് ഞാൻ പറഞ്ഞു, നീ ബാങ്കിൽ പോയിട്ട് ചോദിക്ക് എന്താണ് റീസൺ. അവിടെയും വന്നു 1 മാർക്കിന് കുറവാണ്. അവരുടെ ക്രൈറ്റീരിയ 62 മാർക്കാണെങ്കിൽ 1 മാർക്ക് അവിടെയും മോന് കുറവാണെന്ന് പറഞ്ഞു. അങ്ങനെ
അവർ തിരിച്ചു വന്ന് ഞാൻ തിങ്കളാഴ്ച കാലത്ത് തന്നെ വണ്ടി ഓടിച്ച് ഇവിടെ വന്ന് മോനെയും കൂട്ടി ഞാൻ ബാങ്കിൽ ചെന്നു. ആദ്യമായിട്ട് ഞാൻ ബാങ്കിൽ 35 വർഷം കയറിയിറങ്ങിയ ബാങ്കാണ്. ആദ്യമായിട്ട് ഞാൻ തൊണ്ടയിടറിക്കൊണ്ട് കരഞ്ഞു. മാതാവിനെ വിളിച്ചു പറഞ്ഞു, ഇത്രയും കാലം ഈ ബാങ്കിൽ കയറിയിറങ്ങി എല്ലാം ചെയ്തിരുന്ന, വീട് വെച്ചത്, ലോൺ എടുത്തത്, ഭർത്താവിൻ്റെ ഫണ്ട് ട്രാൻസ്ഫർ, ഇതെല്ലാം നടക്കുന്ന ഒരു ബാങ്ക് ഞങ്ങളെ കൈവിട്ടു. അമ്മ മാതാവേ, നീ എന്നെ കൈവിടില്ലെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇപ്പോഴും. നീ ഒരിക്കലും എന്നെ കൈവിട്ടിട്ടില്ല. ചെറുപ്പകാലം മുതൽ നീ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പോൾ ഈ ലാസ്റ്റ് നിമിഷം ഇനി ഞാൻ എവിടെ പോകണം? അവിടെ നിന്ന് ഓഫീസിലിരുന്ന ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി വിഷമിക്കണ്ട, നേരെ ചീഫ് മാനേജറെ പോയി കാണാൻ പറഞ്ഞു. കാരണം എനിക്കറിയില്ല ഇനി ആരെ കാണണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അവിടെ മാതാവ് ഇടപെട്ടത് ആ ആളെ കൊണ്ട് വിളിച്ചിട്ട് പറയാണ്, ചീഫ് മാനേജറെ പോയി കാണാൻ പറഞ്ഞു. ഞാനും മോനും വീണ്ടും ചീഫ് മാനേജറുടെ അടുത്ത് ചെന്നു. കാര്യങ്ങളെല്ലാം പറഞ്ഞു. മോനെ ഒരു 5 മിനിറ്റ് നേരം ഇൻ്റർവ്യൂ ചെയ്തിട്ട് പറഞ്ഞു, ഈ കുട്ടിക്ക് IELTS ഹൈ സ്കോർ മാർക്കുണ്ട്, 1 മാർക്കിൻ്റെ പേരിൽ ഈ കുട്ടിക്ക് ലോൺ കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. സാറ് ഞങ്ങളെ അവിടെ ഇരുത്തിയിട്ട് ലോൺ പാസ്സാക്കുന്ന മാമിൻ്റെ മുന്നിൽ ചെന്നിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വന്നു. ഈ സർട്ടിഫിക്കറ്റ്സ് എല്ലാം ഇതേ ബാങ്കിൽ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. ലോൺ പാസ്സാക്കി തരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ മാതാവിന് നന്ദി പറഞ്ഞു. ഞാൻ ആ ക്യാബിൻ്റെ ഇരുന്നു കൊണ്ട് കരഞ്ഞു. ചെറുപ്പം മുതൽ മാതാവിൻ്റെ കൊന്ത ജപിച്ചും നല്ല കാര്യങ്ങൾ ചെയ്തും തെറ്റുകളിൽ പോവാതും ജീവിച്ച് എന്നെ ഒരിക്കൽ പോലും കൈവിട്ടിട്ടില്ല. അതിനിടയ്ക്ക് എൻ്റെ മാരേജിൻ്റെ സമയം മുതൽ ഒരുപാട് സഹനങ്ങളിലൂടെ എന്നെ കടത്തിവിട്ടു. അതെല്ലാം ഞാൻ സഹിച്ചതാണെന്ന് മാതാവിനറിയാം. ഞങ്ങൾ അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് വന്നു, ബാങ്കിൽ വന്നു. ഡോക്യുമെൻ്റ് എല്ലാം സബ്മിറ്റ് ചെയ്തു. അവർ പറഞ്ഞു പോയിക്കോളാൻ പറഞ്ഞു. ജൂലൈ 15 ലാസ്റ്റ് ഡേ. ജൂലൈ 14-ാം തീയതി കാലത്ത് വീണ്ടും വിളിച്ചിരിക്കുക, ലോൺ തരാൻ പറ്റത്തില്ല. 15-ാം തീയതി രാത്രി 12 മണി കഴിഞ്ഞാൽ ഇനി എൻ്റെ മോന് പോകാൻ പറ്റത്തില്ല. ലാസ്റ്റ് വാർണിംഗ് ആയിരുന്നു കോളേജിൻ്റെ. ജൂലൈ 14-ാം തീയതി വിളിച്ചിട്ട് ഇത് പാടമാണ്, അഗ്രികൾച്ചർ ഓഫീസിൽ പോയിട്ട് അവിടെ നിന്നൊരു ഫോമിൽ ഇത് കരഭൂമിയാണെന്ന് പറഞ്ഞിട്ട് അവർ സൈൻ ചെയ്ത് തന്നാൽ ഞങ്ങൾ ലോൺ പാസ്സാക്കാം. ഞങ്ങൾ എന്തു ചെയ്യും? മോനോട് പറഞ്ഞു. വെളുപ്പിന് 9 മണി. ഞാൻ പറഞ്ഞു, മോനെ, അമ്മയോടല്ലേ പ്രാർത്ഥിച്ചത്, അമ്മയോടല്ലേ ഞാൻ ആദ്യം ചോദിച്ചത്, ഈ കാശ് രൂപം മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ, ഇത് വെച്ചിട്ടല്ലേ മമ്മി ഇത്രയും ഓടിയെത്തിയത്, അമ്മ കൂടെ നിന്നില്ലേ, നമുക്ക് വൈറ്റിൽ പോവാം. ഞാനും മോനും അപ്പം തന്നെ, മോൻ്റെ എല്ലാ വിശ്വാസവും നഷ്ടപ്പെട്ടു, പക്ഷെ എൻ്റെ വിശ്വാസത്തിൽ അവൻ എൻ്റെ കൂടെ വരികയാണ്. വൈറ്റിലെത്താറായപ്പോൾ ഞങ്ങളുടെ ഭൂമിയോട് ചേർന്ന് വേറെ ഒരു 5 സെൻറ്റ് സ്ഥലം കിടപ്പുണ്ട്. അവരെ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് ഇത് പാടം എന്നുള്ളത് കരഭൂമിയായി കൺവേർട്ട് ചെയ്ത് കിട്ടിയോ? ഉടനെ എന്നോട് പറഞ്ഞു, ചേച്ചി ഇപ്പോഴൊന്നും അത് കിട്ടത്തില്ല, ഫോം 5 ഫോം 6 ഇതൊക്കെ ഫില്ല് ചെയ്ത് 1 വർഷത്തോളം എടുക്കും, അത് നമ്മുടെ ഭൂമിയിൽ അത് കരഭൂമിയായിട്ട് കിട്ടണമെങ്കിൽ ചേച്ചി പോകണ്ടെന്ന് പറഞ്ഞു. എൻ്റെ മോൻ പറഞ്ഞു, കേട്ടില്ലേ മമ്മി, വീട്ടിലേക്ക് തിരിച്ചു പോവാം. ഞാൻ പറഞ്ഞു, നമ്മൾ വൈറ്റില ജംഗ്ഷൻ വരെ എത്തിയില്ലേ, മാതാവിൻ്റെ കാശ് രൂപം എൻ്റെ കയ്യിലുണ്ട്, അവിടെ കയറി ചോദിച്ചിട്ട് പോവാമെന്ന് പറഞ്ഞു. അവനെ കൂട്ടി ഞാൻ അവിടെ ചെന്നു. അവിടുത്തെ സാറിനെ കണ്ടു. സാറ് പറഞ്ഞു, 6 മാസം പോലും എടുത്താൽ പോലും കിട്ടാത്തതാണോ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടണമെന്ന് പറയണേന്ന് ചോദിച്ചിട്ട് ഞങ്ങളെ റിജക്റ്റ് ചെയ്തു. ഉടനെ ഞാൻ മാതാവിൻ്റെ കാശ് രൂപം മുറിയെ ഒന്നുകൂടെ പിടിച്ചു. അടുത്തിരുന്ന സാറിൻ്റെ അടുത്ത് ചോദിച്ചു, സാറേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നാളെ രാത്രി 12 മണി കഴിഞ്ഞാൽ എൻ്റെ മോൻ ഈ വർഷം ഇനി പഠിക്കാൻ പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങളുടെയും കുട്ടികളുടെയും പേരിൽ കരടച്ച റെസിപ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഉണ്ട്. നിങ്ങൾ അതുമായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രിൻ്റ് എടുക്കുന്ന സ്ഥലമുണ്ട് താഴെ, അവിടെ ചെല്ലാൻ പറഞ്ഞു. ഞാൻ ആ കാശ് രൂപവും എൻ്റെ കരടച്ച റെസിപ്റ്റുമായിട്ട് അവിടെ ചെന്നു. അതിന് കൊടുക്കുന്നതിന് മുന്നേ തന്നെ ഈ കാശ് രൂപം കരമടച്ച റെസിപ്റ്റിൽ ഞാൻ നന്നായി പൊതിഞ്ഞു. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, ഇതുവരെ എത്തിച്ചിട്ട് നാളെ ലാസ്റ്റ് ഡേയിൽ നീ എന്നെ കൈവിടുമോ? അവനാണെങ്കിൽ പപ്പയില്ല, ഞാൻ മാത്രമേ ഉള്ളൂ അവന് ഇവിടെ വരെ എത്തിച്ചത്. അതുകൊണ്ട് മാതാവേ, നീ തന്നെ ഇതിലിടപെടണം, ഇതിന് ഒരു സൊല്യൂഷൻ നീ തന്നെ എനിക്ക് തരണം, എന്നിട്ടേ ഞാൻ ഇവിടുന്ന് പോകുമെന്ന് പറഞ്ഞു. കരടച്ച റെസിപ്റ്റ് പൊതിഞ്ഞത് കാശ് രൂപം മാറ്റിയിട്ട് ഞാൻ പ്രിൻ്റ് എടുക്കാൻ കൊടുത്തു. പ്രിൻ്റ് എടുത്ത് അവർ തരുമ്പോൾ 10-250 പേരുടെ പേരുണ്ട്, പക്ഷെ ഞങ്ങളുടെ പേര് അതിലില്ല. എൻ്റെ ഞാനും മോനും മാറി മാറി പലവട്ടം നോക്കി, ഞങ്ങൾ അതിൽ കണ്ടില്ല. മോൻ പറഞ്ഞു, അമ്മയ്ക്ക് തൃപ്തിയായില്ലേ? എൻ്റെ കണ്ണീര് വാർന്നൊഴുകാൻ തുടങ്ങി. മാതാവിനോട് ഞാൻ ചോദിച്ചു, ഞാൻ ഇതും പൊതിഞ്ഞു പിടിച്ചതും നീ റിജക്റ്റ് ചെയ്തോ?
ഞാൻ നേരെ അവിടെ നിന്ന് അതുമായിട്ട് വന്ന് ആ പ്രിന്റിൽ വീണ്ടും മാതാവിൻ്റെ രൂപം ഞാൻ പൊതിഞ്ഞു പിടിച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ അവസാനത്തെ പൊതിഞ്ഞു പിടിക്കലാണ്, ഇനി ഞാൻ നിന്നെ വിളിക്കില്ല. അത് തിരിച്ച് ഞാൻ കൊണ്ടുവന്ന് ആ സാറിന് കൊടുത്തു. പലവട്ടം സാറ് വായിച്ചു, കണ്ടില്ല. വീണ്ടും വീണ്ടും വായിച്ചു, കണ്ടില്ല. ലാസ്റ്റ് ഏറ്റവും താഴെയായിട്ട് പറയാണ്, 3 തലമുറയ്ക്ക് മുന്നേ ഉള്ളൊരു ഭൂമിയിൽ നിങ്ങളുടെ സർവേ നമ്പറുണ്ട്. ടിക്കറ്റ് കാണിച്ചു തന്നു. മാതാവ് വലിയൊരു അത്ഭുതം അവിടെ പ്രവർത്തിക്കുകയായിരുന്നു. അല്ലെങ്കിൽ അത് കിട്ടില്ലായിരുന്നു. മാതാവ് അവിടെ പ്രവർത്തിച്ചില്ലെങ്കിൽ അങ്ങനെ ഒരു സർവേ നമ്പർ ഞങ്ങളുടെ പേരിൽ കിട്ടില്ല. അങ്ങനെ എനിക്ക് ആ ഫോം സൈൻ ചെയ്തു. ഞാനതുമായിട്ട് നേരെ ബാങ്കിലേക്ക്. വീണ്ടും അവരവിടെ ചെന്നപ്പോൾ പറഞ്ഞു, ഇത് 3 തലമുറയ്ക്ക് മുന്നിലുള്ള പേരിലാണ്, നിങ്ങളുടെ പേര് കാണുന്നില്ല. ഞാൻ ചോദിച്ചു, ഇനി ഞാൻ എന്ത് ചെയ്യണം? എന്താണ് നിങ്ങൾക്ക് ഞാൻ തരേണ്ടത്? വീട് വിറ്റാൽ പോലും നിങ്ങൾക്ക് തരാനുള്ള കാശ് ഞങ്ങളുടെ കയ്യിലുണ്ടല്ലോ, എന്നിട്ടും നിങ്ങൾ എന്താണ് ഞങ്ങൾക്ക് ലോൺ തരാത്തത്? ഇനി ഞാൻ ചീഫ് മാനേജറുടെ അടുത്ത് പോകണോ? അപ്പോഴും അവർ പറയാണ്, വേണമെങ്കിൽ പോയിക്കോളൂ. അന്നൊരു ദിവസമേ എനിക്ക് കയ്യിലുള്ളൂ. ഞാൻ വീണ്ടും മോനെയും കൂട്ടി അവിടെ ചെന്നപ്പോൾ സാറ് കണ്ട ഉടനെ ചോദിച്ചു, ലോൺ പാസ്സായില്ലേ? ഞാൻ പറഞ്ഞു, ഇല്ല സാറേ, ഇന്ന് പാഠമാണെന്ന് പറഞ്ഞു വീണ്ടും അവർ ഞങ്ങളെ വിട്ടു. വീണ്ടും അതിൻ്റെ കോപ്പി ഇങ്ങോട്ട് അയച്ചിട്ടുണ്ട്. പാഠമാണെന്നും പറഞ്ഞ് ഇത്രയും ബ്രില്യൻ്റായ ഒരു കുട്ടിക്ക് ലോൺ നിഷേധിക്കാൻ പറ്റത്തില്ലെന്നും പറഞ്ഞ് മാമിൻ്റെ അടുത്തോട്ട് ഞങ്ങളെ കൊണ്ടുപോയി. മാമിൻ്റെ അടുത്ത് ചെന്ന് മാം സംസാരിച്ചു, ഇത്രയും കാലം നിങ്ങൾ വന്ന ബാങ്കാണിത്, എന്നിട്ടും നിങ്ങൾക്ക് തരാതിരുന്ന ശരിയാവില്ല. അവിടെ മാതാവ് വീണ്ടും അത്ഭുതം പ്രവർത്തിക്കാൻ തുടങ്ങിയെന്ന് എനിക്ക് മനസ്സിലായി. എന്നോട് പറഞ്ഞു, നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോളൂ, വൈകുന്നേരം ആവയ്ക്കും ലോൺ ശരിയാവും, ഫണ്ട് റെഡിയാവുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ പോവില്ല. ഇത്രയും ദിവസം നിങ്ങൾ പോവാൻ പറഞ്ഞു, ഞാൻ പോയി. പക്ഷെ ഇന്ന് എനിക്കിനിത് കിട്ടാതെ ഞാനിവിടുന്ന് പോകത്തില്ലെന്ന് പറഞ്ഞു. മോൻ പറഞ്ഞു, മമ്മി വാ നമുക്ക് പോവാം. ഞാൻ പറഞ്ഞു, ഇല്ല, ഇനി ഇത് കിട്ടിയിട്ടേ ഞാനിവിടുന്ന് പോകൂന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അത് കഴിഞ്ഞ് അവിടെ കുത്തിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ മാം വീണ്ടും പറഞ്ഞു, ഞാൻ ഒത്തിരി വർക്ക് ചെയ്യാനുണ്ട്, ഞങ്ങൾ വിളിച്ചോളാം, നിങ്ങൾ പോയിക്കോളാൻ പറഞ്ഞു. ഞാൻ വീണ്ടും മാതാവിനോട് പറഞ്ഞു, ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. രാത്രി 12 മണിക്ക് മുന്നേ ഈ ഫണ്ട് റെഡിയായി. എനിക്ക് ഈ 2 കാര്യങ്ങളും നടത്തി തന്നാൽ ഇന്ന് രാത്രി ഇത് ഫണ്ട് റെഡിയായി രാത്രി ഉറങ്ങുന്നതിന് മുന്നേ എത്ര വൈകിയാലും ഞാൻ ഇവിടെ വന്ന് മാതാവിൻ്റെ മുന്നിൽ പ്രാർത്ഥിച്ച് നന്ദി പറയാതെ ഞാൻ ഉറങ്ങില്ല. ഞാൻ അവിടെ നിന്ന് പോന്നു. വീട്ടിൽ വന്നിരുന്ന് പ്രാർത്ഥന തുടങ്ങി. 1, 2, 3 കൊന്തകൾ എത്തിച്ചു. കറക്റ്റ് 5 മണിയായി. ബാങ്കുകാരടച്ചു പോയി. എൻ്റെ മോൻ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി. അവൻ നിരാശയായി. മമ്മി, ഇനി ഒരു മാതാവും നമ്മളെ രക്ഷിക്കാൻ വരില്ല. രാത്രി 12 മണിക്ക് മുന്നേ ബാങ്ക് ഓപ്പൺ ചെയ്ത് നമുക്ക് തരുമെന്ന് ചോദിച്ചു. കിട്ടില്ല. അവൻ പോയി. അവനാകെ വിഷമത്തിലായിരുന്നു, നിരാശയിലായിരുന്നു. പക്ഷെ ഞാൻ രൂപക്കൂടിന് മുന്നിൽ തന്നെ കാശ് രൂപം പിടിച്ചുകൊണ്ടിരുന്നു. 7:45 2 കൊന്ത കഴിഞ്ഞു. പ്രത്യക്ഷീകരണ പ്രാർത്ഥന കഴിഞ്ഞു. സ്വർഗസ്ഥനായ പിതാവെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന നേരത്ത് എൻ്റെ മകൻ വിളിക്കുകയാണ്, അമ്മി മെയിൽ വന്നിരിക്കുന്നു, ഫണ്ട് റെഡിയായി. ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു. മാതാവിനോട് നന്ദി പറഞ്ഞു. നിന്നോട് ആലോചന ചോദിച്ചിട്ടാണല്ലോ ഞാൻ പോയത്, നീ എന്നെ ഉപേക്ഷിക്കില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഇതാ ഫണ്ട് റെഡിയായി, ഞാനും മോനും നിൻ്റെ അടുത്തോട്ട് വരികയാണ്. രാത്രി 10 മണി എൻ്റെ ബ്രദറിനെ വിളിച്ച് ഞാൻ പറഞ്ഞു, ചേച്ചിയോട് പറഞ്ഞു, ഫണ്ട് റെഡിയായി. മാതാവ് അത്ഭുതം വീണ്ടും മാതാവ് അത്ഭുതം നടത്തി തന്നു. അവൻ പറഞ്ഞു, ഈ രാത്രിയിൽ നിങ്ങൾ പോവണ്ട, നാളെ കാലത്ത് പോവാം. ഞാൻ പറഞ്ഞു, ഞാൻ ചതി ചെയ്യില്ല, മാതാവിന് ഞാൻ കൊടുത്തൊരു വാക്കാണ്. രാത്രി ഞാൻ ഉറങ്ങുന്നതിന് മുന്നേ മാതാവിനെ കണ്ട് ഈ അത്ഭുതം പറഞ്ഞ് നന്ദി പറയാതെ പോരില്ലെന്ന്. ഞാനും മോനും 11 മണി ഇവിടെ വന്നു. ഗേറ്റ് ലോക്ക് ചെയ്തു. സെക്യൂരിറ്റിയോട് ഞാൻ പറഞ്ഞു, എനിക്ക് മാതാവിനെ കണ്ട് പ്രാർത്ഥിക്കണം. 2 അത്ഭുതങ്ങൾ നടത്തി തന്നതാണ് ഇന്നൊരു ദിവസം കൊണ്ട്, അല്ലാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഗേറ്റ് തുറന്ന് തരത്തില്ല. ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ കിടക്കും, ഞാൻ പോവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സെക്യൂരിറ്റി എൻ്റെ കടുപിടുത്തത്തിന് വഴങ്ങി അകത്ത് പോയി. 5 മിനിറ്റ് കഴിഞ്ഞ് വന്നിട്ട് പറഞ്ഞു, അമ്മയും മകനും കയറി പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഞാനും മോനും മാതാവിൻ്റെ മുന്നിൽ കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചു. തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞു. കാരണം ഇത്രയേറെ അത്ഭുതങ്ങൾ ആദ്യം മുതലേ അവസാനം വരെ തന്നെ എന്നെ അനുഗ്രഹിച്ച മാതാവിനോടല്ലാതെ ആരോടാണ് ഞാൻ നന്ദി പറയുക? തിരുക്കുമാരനും മാതാവിനും 1000 നന്ദി പറഞ്ഞു. ഞാനും മോനും കരഞ്ഞു പ്രാർത്ഥിച്ചു. ഇവിടുന്ന് പുറത്തോട്ട് ഇറങ്ങി. മറ്റൊരത്ഭുതം.
കാർ ക്രോസ് ചെയ്ത് എറണാകുളം സൈഡിലേക്ക് എൻ്റെ മോൻ എടുത്തതാ. ഒരു സൈഡിൽ നിന്ന് വരുന്ന വമ്പൻ ട്രക്ക് അവൻ കണ്ടു. കാർ അവൻ നടുക്കെത്തിയപ്പോൾ നിർത്തി. അപ്പുറത്തുനിന്ന് വന്ന ട്രക്ക് അവൻ കണ്ടില്ല. ഞാൻ പറഞ്ഞു മോനെ എന്ന് വിളിച്ചു. അവൻ ഗ്ലാസിൻ്റെ മുകളിലൂടെ അമ്മേ എന്നൊരു വിളി വിളിച്ചു. ആ 2 ട്രക്കുകളും സ്വിച്ചിട്ട പോലെ കാറിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ അവിടെ നിന്നു. അങ്ങനെ മാതാവ് ഒരു അനുഗ്രഹം കൂടെ ഈ പള്ളിക്ക് മുന്നിൽ വെച്ച് തന്നെ നടത്തി തരികയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു. വീട്ടിൽ ചെന്ന് പോകാനുള്ള പ്രൊസീജിയർ തുടങ്ങി. സന്തോഷമായി. കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയി. അപ്പോഴും മാതാവ് അടുത്ത പരീക്ഷണം. ഞാൻ മോന് കൊണ്ടുപോകാനുള്ള കുറച്ച് ചമ്മന്തിപ്പൊടി തയ്യാറാക്കാൻ അടുക്കളയിൽ നിൽക്കുകയാണ് സമയത്താണ് പ്രസവ വേദനയെക്കാളും ഭീകരമായൊരു വേദന എൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന്. ഞാൻ ഒരിക്കലൊരു സാക്ഷ്യം കേട്ടിരുന്നു. ഒരു ഡോക്ടറുടെ കിഡ്നി സ്റ്റോൺ വന്നിട്ട് പ്രസവ വേദനയെക്കാളും അപാരമായൊരു വേദന അനുഭവിച്ച അവരുടെ സാക്ഷി ഞാൻ കേട്ടിരുന്നു. അതുപോലൊരു വേദന എനിക്ക് വന്നു. ഞാൻ മോനെ വിളിച്ചു പറഞ്ഞു, മമ്മിക്ക് ഒട്ടും പറ്റുന്നില്ല മോനെ, മമ്മിക്ക് ഭയങ്കര പെയിൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഒരു യൂബർ വിളിച്ചു വിട്ടു. 2 മിനിറ്റ് കൊണ്ട് ഞാൻ താഴേക്ക് ഓടിയിറങ്ങി ഇട്ട ഡ്രസ്സോടെ മെഡിക്കൽ ടെസ്റ്റ് ചെന്നു. അവർ ഇഞ്ചക്ഷൻ കയറ്റി കുപ്പിയോടുകൂടി. വേദന ശമിക്കുന്നില്ല. 2ാമതും കയറ്റി. കിടക്കാൻ പറ്റുന്നില്ല. ഞാൻ ആ വയറും പിടിച്ച് നടക്കുകയാണ്. ഡോക്ടറെ വിളിക്കുക. അങ്ങനെ ഡോക്ടർ വന്ന് നോക്കിയപ്പോൾ അൾട്രാസൗണ്ട് ചെയ്തപ്പോൾ 2 കിഡ്നി സ്റ്റോൺ അതിലുണ്ടായിരുന്നു. കിഡ്നി മുഴുവനും സ്വെല്ലിംഗ് വെച്ച് വീർത്തിരിക്കുന്നു. എനിക്ക് അപ്പം തന്നെ അവിടെ അഡ്മിറ്റാക്കി സീറ്റ് ചെയ്യാൻ പറഞ്ഞു. എൻ്റെ മോൻ എങ്ങനെയെന്നറിയില്ല, നെടുമ്പാശ്ശേരിയിൽ നിന്ന് അരമണിക്കൂർ കൊണ്ട് മെഡിക്കൽ ടെസ്റ്റിലെത്തി. അത് വലിയൊരു അത്ഭുതം തന്നെ. അത്രയും ട്രാഫിക് ബ്ലോക്കിലൂടെ എൻ്റെ മകനെ എവിടെ എത്തിച്ചു എന്ന് പോലും എനിക്കറിയുന്നില്ല. സീറ്റ് ചെയ്തു. പിറ്റേന്ന് കാലത്ത് തന്നെ കിഡ്നി സ്റ്റോൺ എടുത്തു. കാരണം മാതാവിന് അറിയാമായിരുന്നു എൻ്റെ മകൻ ഓഗസ്റ്റ് 8-ാം തീയതി പോയി കഴിഞ്ഞാൽ ഞാൻ തനിച്ചാണ് എൻ്റെ വീട്ടിൽ. എൻ്റെ മോൾ തിരുവനന്തപുരത്താണ്. അവൾക്ക് കുഞ്ഞുമായി ഒന്നും നിൽക്കാൻ പറ്റത്തില്ല. മാതാവ് മുൻകൂട്ടി കാണുകയായിരുന്നു. ആ ഓപ്പറേഷൻ കഴിഞ്ഞു. പിറ്റേന്ന് ഓട്ടം തുടങ്ങി. മോന് കൊണ്ടുപോകാനുള്ള സർവ്വകാര്യങ്ങളും ഒരുക്കി. 20 കിലോ ഫുഡ് ഐറ്റംസാണ് ഞാൻ ഉണ്ടാക്കിയത് എൻ്റെ മോന് വേണ്ടിയിട്ട്. ഓരോന്നുണ്ടാക്കുമ്പോഴും ഞാൻ പ്രാർത്ഥിച്ച് കുരിശ് വരച്ച് കാശ് രൂപം വെച്ച് അമ്മയ്ക്ക് സമർപ്പിച്ചു. അമ്മ മകന് കൊടുക്കുന്നതാണിതെല്ലാം. അപ്പോൾ എൻ്റെ ബ്രദറും എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ മരുമക്കളൊക്കെ പറഞ്ഞു, മമ്മി ഇത് കൊടുത്തു വിട്ടാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ എയർപോർട്ടിൽ കൊടുത്തു വിടത്തില്ല, ഇത്രയും മാത്രം മമ്മി കൊടുക്കണ്ട, ഉണ്ടാക്കണ്ട. ഞാൻ പറഞ്ഞു, ഇത് അമ്മ മകന് കൊടുത്തു വിടുന്നതാണ്, അതുകൊണ്ട് ആ പെട്ടി തുറക്കത്തില്ല, അത് തൊടത്തില്ല.